സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ പ്രതിസന്ധി ഒരിക്കലും മാറുന്നില്ല, തീരുന്നില്ല എന്നുള്ളതാണ്. ഡോക്ടർമാരുടെ കുറവ് വലിയ പ്രതിസന്ധി വീണ്ടും സൃഷ്ടിച്ചിട്ടുണ്ട്. അടിയന്തര ചികിത്സ അടക്കമുള്ളവ അവിടെ തടസ്സപ്പെടുകയാണ്. സ്വാഭാവികമായും ഈ ഡോക്ടർമാരുടെ കുറവ് നികത്താൻ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല. ആരോഗ്യ വകുപ്പ് പൂർണ്ണമായും നിഷ്ക്രിയമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതിസന്ധി ഇപ്രകാരം തുടരുന്നത് എന്നുള്ള വിലയിരുത്തൽ കൂടി വരുന്നുണ്ട്. പ്രശാന്ത് ശങ്കരമംഗലത്ത് വിവരങ്ങൾ നൽകും. പ്രശാന്ത്, അനു, മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാരുടെ കുറവ് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾക്കും അതോടൊപ്പം തന്നെ താളം തെറ്റുന്ന പ്രവർത്തനങ്ങളടക്കം താളം തെറ്റുന്ന നിലയിലേക്ക് ചെന്നെത്തുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. ഗ്യാസ്ട്രോ ഡിപ്പാർട്ട്മെൻറ്റിലടക്കം 5 ഡോക്ടർമാരുടെ കുറവുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് പല ഡിപ്പാർട്ട്മെൻറ്റുകളും നിയമനം നടന്നിട്ട് വർഷങ്ങളായി. 2016 ശേഷം കാര്യമായ രീതിയിൽ നിയമനങ്ങൾ നടന്നിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വലിയ രീതിയിൽ ഇത് പ്രതിസന്ധിക്ക് കാരണമാകുകയും രോഗികൾക്ക് അടക്കം ബുദ്ധിമുട്ടുന്ന നിലയിലേക്ക് എത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. പല കോഴ്സുകളും പൂർത്തിയാക്കാൻ കഴിയാത്ത രീതിയിൽ ഈ സ്ഥിതി ചെന്നെത്തുന്ന സാഹചര്യവുമുണ്ട്. കാരണം വേണ്ടത്ര പരിശീലനം ലഭിച്ച ഡോക്ടർമാരില്ലാത്തതും അത് വിദ്യാർത്ഥികൾക്കടക്കം പഠനത്തിലടക്കം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു എന്നതടക്കമുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ഏതാനും മാസങ്ങളായി സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിലെ വാർത്തകളാണ് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത്. അത് ആരോഗ്യരംഗത്ത് തന്നെ താറുമാറാക്കുന്ന നിലയിലേക്കുള്ള നിരവധി ന്യൂനതകൾ അവിടെ നിന്നും നമുക്ക് ഈ ഓരോ മെഡിക്കൽ കോളേജിൽ നിന്നും കണ്ടെത്താൻ കഴിയുന്നുണ്ട് എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. നേരത്തെ പല ഡോക്ടർമാരടക്കം, വിദഗ്ധരായ ഡോക്ടർമാരടക്കം പുറത്തു വന്ന് അവരുടെ പരിദേവനങ്ങൾ പറയേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് അടിയന്തര ശസ്ത്രക്രിയയ്ക്കടക്കമുള്ള ഉപകരണങ്ങളില്ല, മരുന്നുകളില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അവർക്കെതിരെ അച്ചടക്ക നടപടിയടക്കം ആരോഗ്യവകുപ്പ് സ്വീകരിക്കുന്നതും കേരളം കണ്ടതാണ്. എന്നാൽ ഇതിനൊന്നും ഒരു കുറവും തുടർന്നും ഉണ്ടാകുന്നില്ല എന്ന് വേണം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും പുതിയതായി ലഭിക്കുന്ന വിവരമെന്ന് പറയുന്നത് ഡോക്ടർമാരുടെ കുറവാണ് ഈ മെഡിക്കൽ കോളേജുകളെ അടക്കം അലട്ടുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. വലിയ രീതിയിലുള്ള എണ്ണത്തിൽ കുറവ് വരുന്ന സാഹചര്യമുണ്ട്. അത് നികത്തുവാനായിട്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്നോ തയ്യാറെടുപ്പുകളോ നടപടികളോ ഉണ്ടാകുന്നില്ല എന്നതും ഏറ്റവും എടുത്തു പറയേണ്ടതാണ്. ഇതാണ് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് എത്തുന്നതും കൂടുതൽ പ്രതിസന്ധിയിലേക്ക് ചെന്നതിനടക്കം കാരണമാകുന്നത്. 2016 ശേഷം കാര്യമായ രീതിയിൽ നിയമനങ്ങളൊന്നും നടന്നിട്ടില്ല എന്നതടക്കമുള്ള വിവരങ്ങളും കൂടി പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ മെഡിക്കൽ കോളേജുകൾ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തെ ആരോഗ്യ സംവിധാനം താറുമാറാക്കുന്ന നിലയിലേക്ക് ഈ സംസ്ഥാനത്തെ ഭരണകൂടം, ആരോഗ്യ വകുപ്പ് അടക്കം ചെന്നെത്തിയിരിക്കുന്നു എന്നത് വേണം പറയേണ്ടിയിരിക്കുന്നത്. ആരോഗ്യരംഗത്ത് നമ്പർ 1 ആണെന്നാണ് സംസ്ഥാനം അവകാശപ്പെടുന്നത്. പല യോഗങ്ങളിലായാലും ശരി, പാർട്ടി മീറ്റിങ്ങുകളിലായാലും ശരി, ഈ നമ്പർ 1 എന്ന് പറയുന്ന ആരോഗ്യരംഗത്ത് നമ്പർ 1 ഉയർത്തിക്കാട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇത്തരത്തിൽ ആരോഗ്യരംഗത്ത് നമ്പർ 1 ആണെന്ന് ഉയർത്തിക്കാട്ടുമ്പോഴും വേണ്ടത്ര അടിസ്ഥാന സൗകര്യങ്ങളോ അല്ലെങ്കിൽ വേണ്ടത്ര ഡോക്ടർമാരെയോ അല്ലെങ്കിൽ മറ്റ് സൗകര്യങ്ങളോ ഏർപ്പെടുത്തുവാൻ ആരോഗ്യവകുപ്പ് തയ്യാറാകുന്നുമില്ല എന്നതും ഈ ആരോഗ്യ വിഭാഗത്തിന് തന്നെ, ഡിപ്പാർട്ട്മെൻറ്റിന് തന്നെ തകർച്ചയിലേക്ക് ചെന്നെത്തുന്നതിന് കാരണമാകുന്നു എന്നതടക്കമുള്ള വിലയിരുത്തലും ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഏറ്റവും പുതിയതായി ലഭിക്കുന്ന വിവരമാണ് സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ വേണ്ടത്ര ഡോക്ടർമാരില്ല എന്നത് ആണ് ഏറ്റവും പുതിയതായിട്ട് ഉയർന്നു വരുന്നത്. അതോടൊപ്പം തന്നെ കാര്യമായ രീതിയിൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാൻ സൗകര്യം ഉറപ്പാക്കാൻ പോലും കഴിയുന്നില്ല. പല കോഴ്സുകളിലും ഈ ആരോഗ്യരംഗത്തെ മെഡിക്കൽ സംബന്ധമായിട്ടുള്ള പല കോഴ്സുകളും മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ അധ്യാപകരുടെ കുറവും അലട്ടുന്നുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഏറ്റവും പുതുതായിട്ട് പുറത്തു വരുന്നത്. അനു.